ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നാട്ടിലിപ്പോൾ ഓണാണല്ലേ, ഇപ്പോൾ ചിങ്ങം 1-ാം തീയതി ആയി. ഇനിയിപ്പോൾ ഇന്നത്തേക്ക് 10 ദിവസമാകുമ്പോൾ ഓണാവൂല്ലേ. അപ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിൽ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഓണത്തിന് പൂക്കളിടാനുള്ള മാർഗ്ഗമൊന്നുമില്ലല്ലോ, അപ്പോൾ ഇത് കണ്ടപ്പോൾ അങ്ങനെ അങ്ങ് നിന്നതാണ്. അപ്പം രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ അത് കാണുമ്പോൾ ഒരു സുഖമാണ്. ഈ ഒരു സമയത്ത് ഒരു ഇളം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സമ്മറാണ്, സമ്മറിൽ അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ ഇവിടെ ഹീറ്റ് വേവ് ഒക്കെ വന്ന കാര്യം. അപ്പോൾ അതൊക്കെ പാസ് ചെയ്ത് നമ്മളങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ കുട്ടികൾ വീട്ടിലാണ്, സുധീഷേട്ടൻ ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ അങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. പിന്നെ 1-ാം തീയതി ആയിട്ട് നമ്മൾ രാവിലെ ഒന്ന് നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ ഇന്നിപ്പോൾ മോന് നല്ല ഉറക്കമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ താഴെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ സുധീഷേട്ടൻ മുകളിലാണ്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് രാവിലത്തെ ചായയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ ഒന്നുണ്ടാക്കി എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് സാമ്പാറും ചട്നിയും ദോശയും ഉണ്ടാക്കി. പിന്നെ കുറച്ച് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു, അത് ഏകദേശം കേടുവരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പുഴുങ്ങാൻ വെച്ചു. പിന്നെ കുറച്ച് ചായ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പം നമ്മൾ ഒരു കെറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞത് കാര്യങ്ങൾ പെട്ടെന്ന് എളുപ്പത്തിൽ നടത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പെട്ടെന്ന് ചൂടുവെള്ളം ചൂടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കെറ്റിൽ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വർക്ക് ചെയ്ത് നോക്കിയതാണ്, നല്ലതാണ്. പിന്നെ ഫുഡ് ഉച്ചത്തേക്ക് നമ്മൾ കുറച്ച് പായസവും കുറച്ച് എന്താ പറയുക അവിയലും ബീട്രൂട്ട് പച്ചടിയും സാമ്പാറും ഒക്കെ ആയിട്ട് റെഡിയാക്കി വെച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നൊരു അവസരം കിട്ടിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാമ്പാറൊക്കെ ആക്കി വെച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചു. രാവിലെ അരച്ചിട്ട് കലക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഇപ്പോഴത്തെ ഒരു റൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് എല്ലാം അപ്പം നമുക്കൊരു ദിവസം ചെയ്യാൻ പറ്റില്ല. ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം കുഞ്ഞിൻ്റെ മൂഡ് എപ്പോഴാണ് ചേഞ്ച് ആവാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഹസ്ബൻഡ് വീട്ടിലുള്ള ദിവസം ഞാൻ എന്ത് ചെയ്യും, ഇതേപോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പകലൊക്കെ അങ്ങനെ മുന്നോട്ട് പോവാം. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട്. ഇനി ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴേ ഇവിടെ നിന്ന് പോവുള്ളൂ. അത്രയും നേരം ഇവിടെ കിടന്ന് അങ്ങനെ കറങ്ങും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു ദിവസം എല്ലാവർക്കും ഞാൻ നേരാണ്. അപ്പോൾ താങ്ക്